ഹലോ, നീ ഇപ്പൊ എവിടെയാ? സാന്ദ്ര, ആ എടാ, ജോ വിളിക്കുന്നേ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഓഫീസിൽ എത്തിയിട്ട്. ഓക്കെ? അനിയന. ഈ കൃഷ്ണൻകുട്ടി ഇതുവരെ വന്നില്ലേ? എടാ, നീ ഇത് എവിടെ പോയി കിടക്കുക? രാവിലെ മുതൽ നിന്നെ വിളിക്കുക. നീ അവിടെ ആരോട് സുള്ളിക്കൊണ്ട് നടക്കുക? ഇന്ന് ക്ലയന്റിന്റെ ഡിപ്ലോയ്മെന്റ്. ആ വല്ല വിചാരം ഉണ്ടോ നിനക്ക്? അളിയ US സ്റ്റോം ആണ്, അവിടെ ഹോളിഡേ ആണ്, അതുകൊണ്ട് ഡിപ്ലോയ്മെന്റ് മാറ്റി വെച്ചല്ലേ. ഓ, അപ്പൊ ഇനി നീ ഇങ്ങോട്ടില്ലേ? ഇല്ലല്ലേ, ഇന്ന് ഞാനില്ല, നാളെ ഉള്ളൂ. ഓക്കെ ഓക്കെ, എന്നാ ശരിടാ, ഞാൻ കാണാം. അപ്പൊ ഇനി ഇന്ന് ഡിപ്ലോയ്മെന്റ് ഇല്ല. ഒരു കറക്കം കറങ്ങിയിട്ട് വരാം. ഹായ് സോണിയ. എന്താ സോണിയ ഇത്തിരി വണ്ണം വെച്ചല്ലോ. നിന്നെ പോലുള്ളവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് വണ്ണം വെക്കണം. ഹായ് അഞ്ജു. ഞാൻ നിന്നെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചാന്നല്ലോ, എന്താ അക്സെപ്റ്റ് ചെയ്യാത്ത? ഞാനിപ്പോ ഫേസ്ബുക്കിലൊന്നും അങ്ങനെ കയറാറില്ല. അത് കടവാ. ഇന്നലെ സോണിയുടെ പിക്ചറിന് ലൈക്ക് അടിച്ചതല്ലേ? ഉച്ചയ്ക്ക് ലഞ്ചിന് പോവോ? Hey, what's going on here? If you don't have any work, just go to your seat and do some work. ഉച്ചയ്ക്ക് എവിടെ നിന്ന് ലഞ്ച് കഴിക്കുന്നത്? സുപ്രിയ, എൻ്റെ ബ്രദർ എനിക്കൊരു പാർസൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. 11:30 ആകുമ്പോൾ അത് ഉള്ളൂർ പോയി മേടിക്കണം. 11:45 എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതെങ്ങനെ പോയി മേടിക്കണം എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടി കിട്ടുന്നില്ല. ആ ജെറിനെ ഒന്ന് അപ്രോച്ച് ചെയ്തൂടെ? ജെറിനോ? ആളിത്തിരി പഞ്ചാരയാണെന്നേ ഉള്ളൂ, പക്ഷെ പറഞ്ഞാൽ കാര്യം സാധിക്കും. എന്നാൽ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി. ജെറിൻ, എനിക്ക് കട വരെ ഒന്ന് പോകണം. എന്നിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. പെട്ടെന്ന് പറഞ്ഞേ, ബാസ്കിൻ റോബിൻസ് പോകാനുള്ളതാ. സാന്ദ്രല്ലേ അത്? ഇവളെന്താ ഇവിടെ? കൂടെ ആരാളുള്ളത്? നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഓഫീസിലാ. എന്താ അവിടെ എത്ര വേളം? ഞാനിപ്പോ പാൻട്രിയില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. ജെറിൻ, എന്റെ മാനേജർ ഇപ്പൊ വിളിച്ചിരുന്നു. പെട്ടെന്ന് പോണം, ഒരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് ബാസ്കിൻ റോബിൻസ് പിന്നെ ആക്കാം. എന്നാ പോവാം, എനിക്കും പോണം. നിന്നെ പോലെ ഒരു പെണ്ണ ഞാൻ ഉള്ളൂർ വെച്ച് കണ്ടല്ലോ, നീ തന്നെയാണ് പോയത്? ഓ, എനിക്കിന്ന് പെടുപ്പത് പണിയായിരുന്നു ജോ. പിന്നെ എങ്ങനെ ഞാൻ ഉള്ളൂർ പോകുന്നേ? അല്ല, ജോ ഇന്ന് എന്തിനാ ഉള്ളൂർ പോയേ?
അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ. എന്താ ജോ, നിനക്ക് സംശയമാണോ? അല്ല, അത് ഈ ചുരിദാറിട്ട് പെണ്ണെ കണ്ടോണ്ട് ജസ്റ്റ് ചോദിച്ചതാ. മതി മതി തിന്നത്, അങ്ങോട്ട് പോയേ. ഹലോ എടാ, നമ്മളിന്ന് ഷോപ്പിൽ വെച്ച് ജോ കണ്ടെന്നാ തോന്നുന്നു. സാന്ദ്രേ, ആ എടാ പിന്നെ വിളിക്കാതെ ജോ എന്നെ വിളിക്കുക. ആ ഞാൻ മാറ്റിയായിരുന്നു. അല്ലല്ലോ ജോ കളിച്ച് കളിച്ച് എന്റെ ഫോൺ ചീത്തയാക്കും. സോണിയ വന്നില്ലേ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോ അറിയാ, റെസ്റ്റോറൻറ്റ് പോയിട്ട് ഇപ്പൊ വരാം. പെട്ടെന്ന് സാന്ദ്രയോ? ഇവളെന്തിനാ ഇവനെ വിളിക്കുന്നത്? ഇന്നലെ വിളിച്ചിട്ടുണ്ടല്ലോ 4 പ്രാവശ്യം. ഇന്നലെ രാവിലെ വിളിച്ചു. അവള് വീട്ടിൽ വിളിച്ചെന്നാണല്ലോ പറഞ്ഞ. ഇവര് തമ്മിൽ എന്താ ബന്ധം? അവളോട് വിളിച്ചു പറയും ഞാനിന്ന് ലേറ്റ് ആവും. ഇതെവിടെ വരെ പോകുന്നു നോക്കണമല്ലോ. ആ സാന്ദ്ര, ഞാൻ ഇന്ന് വരാൻ ലേറ്റ് ആവും. ഒരു 10 മണിയെങ്കിലും ആവും. നീ ഒരു ക്യാബ് പിടിച്ച് പൊക്കോ. ആ ശരി. എടാ, ഞാൻ സിറ്റി വരെ പോവാണ്. ഇന്ന് ഞാൻ തിരിച്ചു വരത്തില്ല. ആ ശരി എന്നാലേ. ആ സോണിയ വന്നല്ലോ. സോണിയ, സോണിയ ഇന്ന് ഗ്ലാമർ ആയിരിക്കുന്നല്ലോ. ചേട്ടാ, ആ കൃഷ്ണകുട്ടി എൻ്റെ ഭാര്യയെ ചതിച്ചു ചേട്ടാ. കാര്യം ഞാൻ പെണ്ണുങ്ങളുടെ ഇത്തിരി പഞ്ചാരൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ കൂടുന്നില്ല. ചേട്ടാ ഇരി, ഒരു മിനിറ്റ് പറഞ്ഞേ. ये क्या है भाई? पता नहीं यार, बोल रहा है कुछ भाषा में. पागल दिख रहा साला. പൊക്കിയോടാ പൊക്കിയോ, എനിക്കറിയാം എന്ത് വേണമെന്ന്. കൃഷ്ണൻകുട്ടിയുടെ കാറ്. അപ്പൊ അവൻ വന്നല്ലേ? ഇന്നത്തോടെ 2നെ ഞാൻ അവസാനിപ്പിക്കും. ഹാപ്പി ബർത്ത്ഡേ ജോ.
കൃഷ്ണൻകുട്ടിയെ ഗിഫ്റ്റ് വാങ്ങാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ജോയ്ക്ക് സസ്പെൻസ് ആവാനാണ് ഞാൻ കള്ളം പറഞ്ഞത്.